കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഭാര്യയും ഭർത്താവും ജീവനൊടുക്കി. കടമ്പാർ സ്വദേശികളായ അജിത്ത്, ഭാര്യ ശ്വേത എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് പ്രാഥമിക വിവരം. ജോസഫ് അഗസ്റ്റിനുണ്ട് വിവരങ്ങളുമായി. ജോസഫ്, എന്താണ് സംഭവം? പശ്ചാത്തലം എങ്ങനെയാണ് പറയും? കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടമ്പാറിലാണ് യുവ അധ്യാപികയും ഭർത്താവും വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. പെയിന്റിംഗ് പോളിഷൊക്കെ ജോലി ചെയ്യുന്ന അജിത്ത് 35 വയസ്സാണ് പ്രായം. ഓർക്കാടി ബേക്കറി ജംഗ്ഷനിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ഭാര്യ ശ്വേത 27 വയസ്സ് എന്നിവരാണ് ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഇവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ എത്തിയതിനെ തുടർന്ന് ഇവരെ ദർലക്കട്ടയിൽ, അതായത് മംഗലാപുരം ദർലക്കട്ടയിൽ ഒരു ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഇത്തരത്തിൽ അതിതീവ്ര വിഭാഗത്തിൽ കഴിയുന്നതിനിടെ ഇന്നലെ രാത്രി 12:30 മണിയോടെ അജിത്തും ഇന്ന് പുലർച്ചെ ഭാര്യ ശ്വേത മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ഇന്നലെ വൈകിട്ട് നേരത്തെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയവർ ബന്ദിയോടുള്ള സഹോദരിയുടെ വീട്ടിൽ ചെല്ലുകയും ഇതിന്റെ 3 വയസ്സുള്ള തന്റെ മകനെ അവിടെ ഏൽപ്പിക്കുകയും പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയുകയുമായിരുന്നു. അതിനുശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വീടിന്റെ മുറ്റത്ത് അവശ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇത്തരത്തിൽ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്ന് അതിനുശേഷം 12:30 അജിത്ത് മരിക്കുകയായിരുന്നു. പുലർച്ചെ ഭാര്യയും മരിക്കുകയായിരുന്നു. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നിലവിൽ ഇയാൾ പെയിന്റിംഗ് പോളിഷ് ജോലി ചെയ്യുന്ന ആളാണ് അജിത്ത്. ഭാര്യ ശ്വേത ഓർക്കാടി ബേക്കറി ജംഗ്ഷനടുത്തുള്ള ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപിക കൂടിയാണ് കാളിദാസ്. ശരി ജോസഫ്.